തേവദോസിയസ് തിരുമേനി, ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന വടവോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ജോണി അവർകൾ, ബോർഡിംഗ് മാസ്റ്റർ റവറൻ ജേക്കബ് കുര്യൻ അച്ഛൻ, സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ജോൺസി സാർ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീമതി KV ഓമന ടീച്ചർ, മറ്റു വിശിഷ്ടാതിഥികളെ, എൻ്റെ പ്രിയ അധ്യാപകരെ, കൂട്ടുകാരെ, നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം. ദീർഘകാലത്തെ സുസ്ഥിരമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് കഴിഞ്ഞ 4 വർഷക്കാലം ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപികയായിരുന്ന ശ്രീമതി KV ഓമന ടീച്ചറിനും UP വിഭാഗം അധ്യാപികയായിരുന്ന ശ്രീമതി മേരി കുര്യൻ ടീച്ചറിനും ആശംസകൾ അറിയിക്കുക എന്നുള്ള ദൗത്യമാണ് ഈ സ്കൂളിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ ഈ സ്കൂളിലെ കുട്ടികളെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ. അറിവാകുന്ന മഹാസമുദ്രത്തിൽ നിന്നും രത്നക്കല്ലുകൾ മുങ്ങിയെടുത്ത് ജീവിതത്തിലെ പ്രകാശവും സന്തോഷവും നൽകിക്കൊണ്ട് കുട്ടികളെ ഉടച്ചു വാർക്കുന്നതിൽ തങ്ങളുടേതായ രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ കയ്യൊപ്പ് പതിപ്പിച്ചവരാണ് ഇന്ന് നമ്മൾ യാത്രയപ്പ് നൽകുന്ന ഈ അധ്യാപക ശ്രേഷ്ഠർ. ഈ അധ്യാപക ശ്രേഷ്ഠർക്ക് ഇത് സങ്കടത്തിന് ദിനമല്ല. കാരണം തങ്ങൾക്ക് ലഭിച്ച ടാലന്റുകളായ കുട്ടികളെ 30ഉം 60ഉം 100ഉം ഇരട്ടിയായി വളർത്തുന്നതിൽ നിരന്തരം ജാഗരൂകരായിരിക്കും അവർ. മെഞ്ഞെടുത്ത ശില്പങ്ങൾ ഈ ലോകത്തിന്റെ പല കോണുകളിലും രാഷ്ട്രീയ മെമ്മോറിയൽ സ്കൂളിന്റെ നാമത്തിൽ അനശ്വരമാക്കിക്കൊണ്ട് നിലകൊള്ളുന്നു. സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇവയിൽ സൃഷ്ടിയുടെ ദേവൻ അധ്യാപകനാണ്. കാരണം വിദ്യാഭ്യാസ മേഖലയിൽ പിച്ചവെച്ച് വരുന്ന ഓരോ പിഞ്ചു കുഞ്ഞുങ്ങളെയും അറിവിന്റെ അക്ഷരം പകർന്നു കൊടുത്ത് ലോകത്തിന് ഗുണകരമായ രീതിയിൽ സൃഷ്ടിക്കുന്നത് അധ്യാപകനാണ്. പല രീതിയിലും കുട്ടികളെ വഴിതെറ്റിക്കാൻ മാർഗങ്ങൾ അന്വേഷിക്കുന്നവരെ നീരാളിപിടുത്തത്തിൽ നിന്നും ശരിയുടെ മാർഗത്തിലേക്ക്, നന്മയുടെ മാർഗത്തിലേക്ക് സ്നേഹസ്വരൂപമായ അച്ഛൻ്റെയും അമ്മയുടെയും രൂപത്തിൽ ചെറിയ ചെറിയ ശാസനകളിലൂടെ, ഉപദേശങ്ങളിലൂടെ കൈപിടിച്ചു ഉയർത്തുന്നത് അധ്യാപകരാണ്. അവരുടെ ശാസനകളും ഉപദേശങ്ങളും നല്ലതിനു വേണ്ടിയാണ്, കുട്ടികളായ ഞങ്ങളെ നേരെയാക്കുന്നതിന് വേണ്ടിയാണ്. അത്തരം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവരാണ് ഇന്ന് നമ്മൾ യാത്രയപ്പ് നൽകുന്ന ടീച്ചർമാർ. അവരുടെ ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സ്കൂളിന്റെ അതിരുകളില്ലാതെ കൂടുതൽ പഠിക്കുന്നതിനും കൂടുതൽ അറിവ് മറ്റുള്ളവർക്ക് പകരുന്നതിനായി സ്കൂൾ പ്രവർത്തനങ്ങൾക്കും അവസരം കിട്ടുകയാണ് വിരമിക്കലിന് ശേഷമുള്ള അവരുടെ ജീവിതം. ഒരിക്കലും വീടിന്റെ ഉള്ളിലേക്ക് ഒതുങ്ങാതെ ഇത്രയും കാലം സൗരഭ്യമേറിയ പുഷ്പങ്ങൾ പൂന്തോപ്പിൽ നട്ടു നനച്ചു വളർത്തി ലോകത്തെ ധന്യമാക്കിയതുപോലെ വീണ്ടും നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാകുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അഖിൽ. സർവീസിൽ